എടത്തിരുത്തി ഫൊറോന ദേവാലയത്തിലെ KCYM യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം 2K26 എന്ന സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. എടത്തിരുത്തി കർമ്മലനാഥ ഫൊറോന ദേവാലയം ഇന്നേറെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. 3.25 നൂറ്റാണ്ട് പിന്നിടുന്ന ഈ ഇടവക ദേവാലയത്തിൽ ദേവാലയത്തിൻ്റെ എല്ലാമായി ജീവിച്ചിരുന്ന 50ഓളം വരുന്ന ജീവിത സായാഹ്നത്തിലും രോഗാവസ്ഥയിലും കഴിയുന്ന വ്യക്തികളെയാണ് ഇന്ന് ഈ ഇടവകയിലെ എല്ലാ യുവജനങ്ങളും ചേർന്ന് ഞങ്ങളുടെ കൊച്ചുജനായ ജേക്കബ് കുറ്റിക്കാടനച്ചൻ്റെ നേതൃത്വത്തിൽ ഈ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഇന്ന് 2 മണിക്കൂറിലധികമുള്ള ആത്മീയ ശുശ്രൂഷകളാണ്. അവരെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷകൾ, അവർക്ക് സൗഖ്യം നൽകുന്ന ശുശ്രൂഷകൾ. ഇരിഞ്ഞാലക്കുട രൂപതയുടെ കാരുണ്യ പ്രസ്ഥാനമായ ഹൃദയ പാലിയേറ്റീവ് കെയറിലെ വൈദികരും നഴ്സുമാരുമാണ് ഈ ശുശ്രൂഷകൾക്ക് മുഴുവൻ നേതൃത്വം നൽകിയിരുന്നത്. ഏറെ സന്തോഷത്തോടെ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ജീവിത സായാഹ്നത്തിലായിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും പങ്കുചേരാൻ സാധിക്കുന്നില്ല എന്ന വലിയ ആത്മദുഃഖം അവർക്ക് എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആംബുലൻസിലും മറ്റു വാഹന സൗകര്യങ്ങളിലും അവർക്ക് വേണ്ടത്ര ഒരുക്കങ്ങൾ നടത്തി ഇന്നൊരു ദിവസം ഈ ദേവാലയത്തിലേക്ക് അവർ കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ അവർ പോലും ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത വലിയൊരു അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും സന്ദർഭമാണ് ഇവിടെ ഒരുക്കപ്പെട്ടത്. പരിശുദ്ധാമ്മയുടെ ശക്തമായ മധ്യസ്ഥം ഇന്നത്തെ മുഴുവൻ ശുശ്രൂഷകളിലും അവർക്ക് വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ വിൻസെൻ്റ് പോൾ പുണ്യാളൻ്റെ മധ്യസ്ഥതയിൽ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കർമ്മലമാത ഇടവക ദേവാലയം. വിശുദ്ധ ഉപ്രാസ്യമയുടെ പാദസ്പർശനം കൊണ്ട് പുണ്യമാക്കപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഇവിടുത്തെ എല്ലാ തരത്തിലും വിശ്വാസത്തിൽ മുന്നേറ്റം നടത്തുന്ന ഇടവകയുടെ മക്കൾ ഈ ഒരു അവസരത്തിൽ അവരുടെ വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലും ദേവാലയത്തിൽ വന്നു ചേരുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുകയാണ്. ഞങ്ങൾക്കത് വലിയ ചാരിതാർത്ഥ്യം നൽകുകയാണ്. അതിന് നേതൃത്വം നൽകിയ പ്രത്യേകിച്ച് എല്ലാ യുവാക്കളെയും ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ ഇടവപ്പള്ളിയുടെ വികാരിച്ചൻ എന്നുള്ള നിലയിൽ അഭിനന്ദിക്കുകയാണ്. തുടർന്നും തലമുറകൾക്ക് വ്യത്യാസമില്ലാതെ അനുഗ്രഹിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടേണ്ടവരുമാണ് തിരിച്ചറിവിൽ ഒരുമിച്ച് കൂടാൻ ഇടയാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വീണ്ടും അവർക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഹായ്, ഞാൻ നിങ്ങളെ സ്വന്തം ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ. എല്ലാവർക്കും സുഖല്ലേ? ഞാൻ എൻ്റെ നാടായ എടത്തിരുത്തി കർമ്മലനാഥ ഫൊറോന ദേവാലയത്തിലെ യുവജനങ്ങൾ എല്ലാവരും ഒത്തുചേർന്നിട്ട് വയസ്സായ ആളുകൾ അതുപോലെ തന്നെ കിടപ്പ് രോഗികളായ ആളുകൾക്കൊക്കെ കൂടിയിട്ട് ഒരു ദിവ്യബലി കൂടാനുള്ള അവസരം ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട കരളടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു സന്തോഷമൊക്കെ തോന്നുന്ന അടിപൊളി കാഴ്ചകൾ നമുക്കവിടെ കാണാൻ പറ്റി. അത് ഞാൻ എൻ്റെ ക്യാമറയിലൂടെ പകർത്തി അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ പരമാവധി എന്തെന്ന് പറയുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്കും ഇത് ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിങ്ങനെ അവിടെ ചെന്ന് ഞാൻ വികാരി അച്ഛനോടും അതുപോലെ കൊച്ചനോടൊക്കെ ഈ വീഡിയോ ഇങ്ങനെ ഞാൻ യൂട്യൂബറാണ് ഇങ്ങനെയൊക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ വളരെ നല്ല സഹകരണമായിരുന്നു. അവർ നമ്മോട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അതുപോലെ യുവജനങ്ങൾ അങ്ങനെ എല്ലാവരുടെ സപ്പോർട്ടോടു കൂടി നമുക്കിങ്ങനെ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടവക ജനങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാം. നമ്മുടെ എടത്തിരുത്തി ഫൊറോനയിൽ ഇങ്ങനെ ഒരു കാര്യം നടത്തുന്നുള്ളത് പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയാനിടയാവട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ പുതിയ ഓപ്ഷനായ ഹൈപ്പ് എല്ലാവരും യൂസ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേദനകളും
ഈ യുവജന സംരംഭത്തോട് ചേർന്ന് അവരും പല ദിവസങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വന്ന് നമ്മുടെ കാരണവന്മാരെ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് കണ്ണു തുറപ്പിക്കുന്ന ജീവിത ചിന്തകൾ തമ്പരാനവർക്ക് ഇതുവഴി സമ്മാനിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. നമ്മൾ ആരാണ്, ആരായി തീരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ വലിയൊരു ധ്യാനം തന്നെ ഇവരുടെ ഈ കുടുംബ സന്ദർശനത്തിലൂടെ നടപ്പായിട്ടുണ്ട്, ലഭ്യമായിട്ടുണ്ട്. യുവാക്കന്മാരോട് ചേർന്ന് ഈ ഇടവക മുഴുവനും ഈ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വരികയാണ്. നമുക്കിന്നത്തെ മുഴുവൻ തിരുകർമ്മങ്ങൾക്കും നേതൃത്വം നൽകുക ഭഗവതിയുടെ ഹൃദയ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന വലിയ കാരുണ്യ സ്ഥാപനമാണ്. അതിന് ജെയിംസ് വഴിയാറ്റിൽ പിതാവിൻ്റെ നാമധേയത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ കാരുണ്യ ഹൃദയ പാലിയേറ്റീവ് കെയർ നമ്മുടെ രൂപതയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് രോഗികളായിട്ടുള്ളവരെയും പ്രായമായവരെയും ഏതെങ്കിലും വിധത്തിൽ പെട്ടെന്നുള്ള ചികിത്സാ സഹായം ആവശ്യമുള്ളവരെയും എല്ലാം പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നേതൃസ്ഥാനത്ത് ഇപ്പോഴുള്ള ബഹുമാനപ്പെട്ട ഷാജു ചരയച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്, ജോസഫ് മാളികേശൻ ഇവിടെയുണ്ട്, ഡിൻഡോ അച്ഛൻ ഇവിടെയുണ്ട്, അതുപോലെ ബഹുമാനപ്പെട്ട ശമാശൻ ഇവിടെയുണ്ട്. നഴ്സസും ഈ കൂട്ടായ്മയിൽ സംഘടനത്തിനായി വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഈ 2-3 മണിക്കൂറിനെ പ്രതീകമായ വിധത്തിൽ നന്ദി പറയുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യും. സിസ്റ്റേഴ്സ് എല്ലാവരുടെയുണ്ട്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം മൂവ്മെന്റ് മാതൃവേദി അംഗങ്ങളുണ്ട്. നമ്മുടെ കൈക്കാരന്മാർ ഈ പരിപാടികളുടെ മുഴുവൻ ഒപ്പത്തിലൂടെ പ്രോത്സാഹനമായിട്ടുണ്ട്. ഇടവകകളിലെല്ലാവരും നമ്മുടെ യുവാക്കളോടൊപ്പം മുതിർന്നവരും സെൻട്രൽ പ്രോത്സാഹനയിലൊക്കെ ദേവാലയവുമായി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ നേതൃത്വ രീതികളൊക്കെ ഈ ദിവസമുണ്ട്. പ്രത്യേകമാരുടെയും പേരുകളൊന്നും പറയുന്നില്ല. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.
നിനക്ക് പാപകാരണമായിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദിവ്യമഹത്വം ദർശിച്ച ഈ കൺവെൻഷൻ പ്രിയമുള്ള മാതാപിതാക്കളെ, മക്കളുണ്ടായ സഹായം പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈശോയും മാതാവും യേശുപിതാവും സകല വിശുദ്ധരും മാലാഖമാരും അപ്പസ്തോലഗണങ്ങളും എല്ലാ സ്വർഗ്ഗീയ വൃന്ദം മുഴുവനായി ഈശോ വരികയാണ്. ജെറുസലേമിന്റെ തെരുവീഥികളിലൂടെ ഈശോ കടന്നുപോയപ്പോൾ അവൻ തൊട്ടതിലേക്ക് എന്റെ ശരീരത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഈശോ വരുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി കർത്താവേ ഈശോയെ കനിയണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈശോയെ തൊട്ട് പ്രാർത്ഥിക്കാം. അങ്ങനായ ഈശോ കടന്നു പോകുമെന്ന വാർത്ത കേട്ടപ്പോൾ കനിയണമേ എന്ന് അവൻ അലമുറയിട്ട് വിളിച്ചു. നിശബ്ദനായിരിക്കാൻ എല്ലാവരോട് പറഞ്ഞു. നിശബ്ദനായ ആഗ്രഹത്തോടുകൂടി അനുഗ്രഹത്തിനായി ആഗ്രഹിച്ചവൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിളിച്ചു. അവൻ അനുഗ്രഹം ലഭിച്ചു. നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ എന്നെ തൊടണമേ, ഈശോയെ എന്റെ കുടുംബത്തെ സ്പർശിക്കണമേ, എന്റെ പ്രിയപ്പെട്ടവരെ സ്പർശിക്കണമേ. അശുദ്ധി പോകുമ്പോൾ നീ ശുദ്ധനാകുമ്പോൾ ശുദ്ധയാകുമ്പോൾ നിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ കോട്ടകൾ തകരുകയാണ്, പാശ്ചാത്യ ബന്ധനങ്ങൾ തകർക്കപ്പെടുകയാണ്. ഈ ദൈവമക്കള് സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്നെ സന്ദർശിച്ച പരിശുദ്ധ മനസ്സിന്റെ രോഗം തൊട്ട് ആത്മീയമായിട്ട് അനുഭവിക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം താങ്ങുവാനുള്ള ശക്തി കഴിവാണ് ഈശോയെ. ഇതാണ് സൗഖ്യം. എനിക്ക് ശക്തി തരണമേ എന്ന് പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കള് തന്നെയാണ്, ഇടവകയുടെ മക്കളാണ്. നമുക്ക് ആഗ്രഹിച്ചത് ഈശോയെ ഇവരുടെ വലിയ പ്രതീക്ഷകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഈശോയെ ഇന്നത്തെ ദിവസം നമുക്ക് അവരുടെ ഈശോയെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്ന് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ലേപന ശുശ്രൂഷയിലൂടെ നമ്മുടെ ബുദ്ധിയുടെ തലത്തിലും നമ്മുടെ കണ്ണുകളിലൂടെയും നമ്മുടെ ചെവികളിലൂടെയും ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നു. ഞങ്ങളിനി തിരികെ പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്, ഞങ്ങളുടെ ജീവിതാന്തരീക്ഷങ്ങളിലേക്കാണ് തിരിച്ചു പോകുന്നത്. ശുദ്ധിയോടുകൂടി ഇനിയും ജീവിക്കാൻ, നിർമ്മലമായ ഹൃദയത്തോടുകൂടി ജീവിക്കാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവേശ്വരം സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം
സ്വീകരിച്ച കുർബാന കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൊള്ളുക. മനോഹരമായിട്ടുള്ള ഹൃദയപൂർവ്വം പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത യുവജനങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ കരങ്ങളടിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശക്തി ഒരു വാക്കുകൂടി സ്നേഹത്തോടെ പ്രിയമുള്ള രൂപി കൂടിയുണ്ട്. കൂടിയാണ് സേവനം കാഴ്ചവെക്കുന്നത്. നമ്മുടെ രൂപതയുടെ പ്രസ്ഥാനങ്ങൾ ഒന്നും കൂടിയാണ് ഹൃദയ മെഡിക്കൽസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം. അത് 2022 മാർച്ച് മാസം 19-ാം തീയതിയാണ് അത് പ്രവർത്തനം ആരംഭിച്ചത്. അന്നോളം തുടങ്ങിയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ ആദ്യ 3 വർഷത്തോളം ആ പ്രസ്ഥാനം നന്നായി വളരാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തത് ബഹുമാനപ്പെട്ട റുബിനമ്മയാണ്. റുബിനമ്മയോടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഈ കോൺവെന്റിൽ ഒരുപാട് സ്നേഹത്തോടെ റുബിനമ്മയോട് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മുടെ ഇങ്ങനെയെല്ലാം നന്നായി മുന്നോട്ട് പോകുന്നു. വേറെ സ്നേഹത്തെ റുബിനമ്മയ്ക്കും പ്രത്യേകം ഹൃദയയുടെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഈശ്വരവരെ അനുഗ്രഹിക്കട്ടെ. ആഗതമാകുന്ന പ്രധാന തിരുനാളിന്റെ ആശംസകൾ യുവജനങ്ങൾ മാതൃസംഘങ്ങളുടെ അവരോട് ചായയും സ്നാക്സ് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയും സ്നേഹമുള്ളവരെ ഹൃദയപൂർവ്വം അൽത്താരസംഘം മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദിയോട് ഓർക്കുന്നു. ഒപ്പം അവരോട് കൂടെ നമ്മുടെ തമ്പുരാൻ നന്ദി പറഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം ഈ സായാഹ്നത്തിൽ തമ്പുരാന്റെ മുമ്പിൽ നന്ദിയോടുകൂടി ആയിരിക്കും. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹത്തോടുകൂടെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. സർവശക്തനായ ദൈവത്തിന് ഈ സായാഹ്നത്തിൽ നന്ദിയോടുകൂടെ തമ്പുരാന്റെ മുമ്പിൽ നന്ദിയോടുകൂടെ ശിരസ് വഹിച്ചുകൊണ്ട് 2K26 ഹൃദയപൂർവ്വം 2K26 ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. KCYM യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം 2K26 എന്ന് പറയുന്ന രോഗീ ദിനം ഇന്ന് ഇവിടെ നടക്കുകയുണ്ടായി. ഒരുപാട് നാളത്തെ പരിശ്രമത്തിനൊടുവിലായിട്ടാണ് 50ഓളം വരുന്ന രോഗികൾ ഈ ദേവാലയത്തിലേക്ക് വർഷങ്ങൾക്ക് ശേഷം കടന്നു വരുന്നത്. ഇവരുടെ നേതൃത്വത്തിലാണ്, ഇത്രയധികം യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ രോഗികളെല്ലാം ഇവിടെ എത്തുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും നിർവഹിച്ചത് ഈ യുവജനങ്ങളാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, യുവതി-യുവാക്കൾ ഒത്തിരിയധികം അടിച്ചമർത്തപ്പെടുന്ന, അല്ലെങ്കിൽ അവർക്കൊരു സ്പേസ് കിട്ടാനായിട്ട് സാധ്യത കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മുടെ യുവജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പുണ്യപ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളുടെ എടത്തിരുത്തി ഫൊറോനയിലെ ഈ ദേവാലയത്തിലെ ഈ KCYM യുവജനങ്ങൾ
ശക്തരായിട്ടുള്ള യുവജനങ്ങളാണ്. അവർ തീയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ത്യാഗത്തോടുകൂടെ തീഷ്ണതയോട് കൂടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തത്. ഏറെ സ്നേഹത്തോടുകൂടി അവർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകൾ, ഇടവക കുടുംബത്തിൻ്റെ പേരിലുള്ള, വികാരീസിൻ്റെ പേരിലുള്ള, കൈക്കാരന്മാരുടെ പേരിലുള്ള എല്ലാ വിധത്തിലുള്ള ആശംസകളും ഈ യുവജനങ്ങൾക്ക് ഏറെ സ്നേഹത്തോടുകൂടെ നേരുകയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളിയിലെ എല്ലാ പ്രോഗ്രാമുകളും ഭംഗിയായി തന്നെ അവസാനിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലെക്സി ആൻറ്റി, ഫ്രാൻസിസ് അങ്കിള്, ഏലമ്മ മാമ, അതുപോലെ എൻ്റെ മമ്മി കൂടെയുണ്ട്. അപ്പോൾ നമ്മളെ ഈ പ്രോഗ്രാമിന് വീട്ടിൽ വന്ന് ക്ഷണിച്ച ഫ്രാൻസിസ് അങ്കിളിനും ലെക്സി ആൻറ്റിക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.